നമസ്കാരം. വി.ഡി. സതീശന്റെ യോഗ്യതയെ ചൊല്ലിയാണ് ഇപ്പോഴത്തെ ചർച്ച, അല്ലെങ്കിൽ ചില സംസാരങ്ങളൊക്കെ നടക്കുന്നത് വി.ഡി. സതീശന്റെ യോഗ്യതയെ ചൊല്ലിയാണ്. അതിന് കാരണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള യാത്രയുടെ സമാപന പരിപാടിയിൽ തിരുവനന്തപുരത്ത് വി.ഡി. സതീശൻ നടത്തിയ പ്രസംഗം തന്നെയാണ്. മുഖ്യമന്ത്രി 1 മണിക്കൂർ സമയമെടുത്ത് നടത്തിയ പ്രസംഗത്തിന് ശേഷം വി.ഡി. സതീശൻ ഒരു ചെറിയ പ്രസംഗം നടത്തി. അധിക സമയമൊന്നും എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് മതേതരത്വം പ്രസംഗിക്കുക, വർഗീയതക്കെതിരെ പ്രസംഗിക്കുക, എന്നിട്ട് വർഗീയത പറയുന്ന ആളുകളെ പോയി പൊന്നാട അണിയിക്കുക, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളെ കാറിൽ കയറ്റി കൊണ്ടുപോവുക. ഇങ്ങനെ പോകുന്നു സതീശന്റെ പ്രസംഗം. ഈ പ്രസംഗത്തിൽ ആരുടെയും പേര് വി.ഡി. സതീശൻ പറയുന്നില്ല. വെള്ളാപ്പള്ളി നടേശന്റെ പേര് പറയുന്നില്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പറയുന്നില്ല. പക്ഷെ ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും കൊണ്ടത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർക്കും അതുപോലെ തന്നെ SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും ഒക്കെയാണ്. ഒരു സമുദായ നേതാവിനെ ഇങ്ങനെ വില കുറച്ച് കാണരുത്, വില കുറച്ച് സംസാരിക്കരുത് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശന് ആരെ വേണമെങ്കിലും എത്ര വില കുറച്ചും എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം, അതിനൊട്ട് കുഴപ്പവുമില്ല. എന്തായാലും ഇവിടെ CPMന്റെ PM ഷോ അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില നേതാക്കളൊക്കെ ഇപ്പോൾ വി.ഡി. സതീശനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. വി.ഡി. സതീശൻ പണ്ട് RSSന്റെ പരിപാടിയിൽ പോയി ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ കുമ്പിട്ട് നിന്നു, ദീപം കൊളുത്തി, അതുപോലെ തന്നെ മറുനാടൻ ഷാജനെ ഇഫ്താർ വിരുന്നിന് ക്ഷണിച്ചു. ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തി ആ പരിപാടികളിലൊക്കെ പങ്കെടുത്ത വി.ഡി. സതീശന് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസംഗം നടത്താൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് CPIMന്റെ നേതാക്കന്മാർ, ആർഷോ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ സതീശന്റെ യോഗ്യത അവിടെ നിൽക്കട്ടെ. സതീശൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? സതീശൻ പറഞ്ഞത് സത്യമാണ്, ഉള്ള കാര്യമാണ്. ഇവിടുത്തെ ഓരോരോ സാധാരണക്കാരന്റെയും മനസ്സിൽ ഉയർന്നു വന്ന ചോദ്യമാണത്, പറയാൻ ഉദ്ദേശിച്ച ചോദ്യമാണത്. ഒരു വേദി കിട്ടിയപ്പോൾ ചുരുങ്ങിയത് 50,000 ആളെങ്കിലും സതീശനെ കേൾക്കാൻ അവിടെയുണ്ട്, സദസ്സിലുണ്ട്. അത്തരമൊരു വേദി കിട്ടിയപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് കിട്ടിയ അവസരം സതീശൻ മുതലാക്കി. എന്നാലും അത്തരത്തിലുള്ള രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ല ഇത് എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പിന്നീട് പറഞ്ഞു. അതേസമയം സതീശൻ പറഞ്ഞതിലും തെറ്റില്ല, മുഖ്യമന്ത്രി പറഞ്ഞതിലും തെറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും കിട്ടിയ അവസരം സതീശൻ കൃത്യമായി മുതലാക്കി. ആരുടെയും പേര് സതീശന്റേതായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആ ഒരു പ്രസംഗത്തിൽ ആരുടെയും പേര് സതീശൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ അത് കൊള്ളേണ്ടവർക്ക് തന്നെ കൊണ്ടു എന്നുള്ളതാണ്. മിനിമം ഇത്തരം പ്രസംഗത്തിന് മറുപടി പറയാതിരിക്കലായിരുന്നു CPIMനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് CPIM നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, സതീശൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? എവിടെയെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് പറയുക. അതിനപ്പുറം സതീശന്റെ യോഗ്യതയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ലിത്. ഇനി യോഗ്യതയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ തന്നെ നേരത്തെ ഇവിടെ RSSുമായി ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന് ഗോവിന്ദൻ മാഷ് സമ്മതിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ RSSന്റെ നേതാവുമായി ഇവിടെ ഒരു ADGP ചർച്ചയ്ക്ക് പോയി. ആ ADGPയെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ PM-ശ്രീ പദ്ധതിയിൽ മന്ത്രിസഭ പോലും അറിയാതെ, സ്വന്തം പാർട്ടി പോലും അറിയാതെ ആ പദ്ധതിയിൽ ഒപ്പിട്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ അങ്ങനെയാണെങ്കിൽ ചർച്ച ചെയ്യേണ്ടി വരും. എന്തായാലും സതീശന്റെ ആ പ്രസംഗം ആരുടെയും പേരെടുത്ത് സതീശൻ പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ട പ്രസംഗത്തിലില്ല. ആ പ്രസംഗം ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതിലെന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ പിഴവ് ചൂണ്ടിക്കാണിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിലാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിൽ കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല.
എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലികരിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല. നമ്മൾ കാരുണ്യത്തിന്റെ സന്ദേശവുമായി, സ്നേഹത്തിന്റെ സന്ദേശവുമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വൻമതിൽ നമ്മൾ ഉണ്ടാക്കും. സ്നേഹത്തിന്റെ വൻമതിൽ, പാരസ്പര്യത്തിന്റെ, സാഹോദര്യത്തിന്റെ വൻമതിൽ. പഴയകാല ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പഴയകാല ചരിത്രമൊക്കെ പറയാൻ പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും.